ഹലോ. ടുഡേ ജൂൺ 18, 2025 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് പറഞ്ഞു പോകാനായിട്ടാണ്. കാരണം പല ആൾക്കാരും ഗോൾഡിലൊക്കെ പല ട്രേഡുകളിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് പറഞ്ഞു പോവാണ്. സോ ഇന്ന് നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. രാത്രി 11:30 മണി ഇന്ത്യൻ ടൈമിങ്ങിന്, UK ടൈമിംഗ് 7 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഇപ്പോൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 4.5% ആണ്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ഓൾറെഡി ഫെഡ് ചെയറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ള കാര്യം. ഓക്കെ, സോ അതിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞിട്ടുള്ള 7:30 മണിക്കുള്ള ഇന്ത്യൻ ടൈമിംഗ് 12 മണിക്കുള്ള FOMC കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ കോൺഫറൻസിനകത്ത് ഇപ്പം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് എന്ത് സംഭവിക്കുമോ, കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി കുറയ്ക്കാതെ എന്താ പറയുക, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ കേൾക്കില്ല അങ്ങനെ എങ്ങാനും ഫെഡ് ചെയർ പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ വളരെ എന്താ പറയുക, എങ്ങനെ ബാധിക്കും എന്നറിയില്ല. മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ ഓപ്പൺ പൊസിഷൻസ്, വാർ ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ഓപ്പൺ പൊസിഷൻസ് കിടപ്പുണ്ട് പല ആൾക്കാർക്കും. ഓക്കെ, സോ ആ ഓപ്പൺ പൊസിഷൻസ് എന്തെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയുക ലോസ് സഹിച്ചുകൊണ്ട് മാർക്കറ്റിനകത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈം ആകുമ്പം എവിടെയാണോ അവിടെ വെച്ച് ഹെഡ്ജ് ചെയ്യാം. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ 95 വെച്ചിട്ട് വേണമെങ്കിൽ ഹെഡ്ജ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ പോയ ലോ ഉണ്ടല്ലോ, ഇന്നലെ പോയത് ഓൾമോസ്റ്റ് 3366 റേഞ്ചിലാണ്. അതിൻ്റെ താഴെയായിട്ട്, അതിൻ്റെ ഒരു $3-4 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ഹെഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, ഇപ്പോഴേ ഇട്ട് വെച്ചേക്കാം. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം നാളെ US ഹോളിഡേ കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഡേഞ്ചറസ് ആണ്. സോ ഇനി ഒരു 3 മണിക്കൂർ കൂടെ ഉള്ളൂ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കാനായിട്ട് 3 മണിക്കൂർ ഇല്ല. ഓക്കെ, അതുകൊണ്ടിട്ട് സ്റ്റേ അലേർട്ട്. ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു.